സ്വാഗതം. ഇപ്പോൾ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നുള്ള തേര് അത് നമ്മുടെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അത് നേരെ മണ്ടക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപത്തേക്കാണ് പോകുന്നത്. അത് വലിച്ചുകൊണ്ടുള്ള ആളുകൾ അങ്ങനെ ഇവിടെ വീണ്ടും വലിയൊരു ക്രൗഡ് ആയിട്ടുണ്ട്. അത്രയധികം ആളുകളുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ രഥം വലിച്ചതാ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം ഭക്തർ വിശ്വാസികളെല്ലാം അതിങ്ങനെ വലിച്ച് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഭക്തർ എല്ലാവരും ഒന്നിച്ചാണ് തേര് വലിക്കുന്നത്. ആ തേര് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ അടുത്ത് കാണാമല്ലേ പ്രജന? ഇപ്പോൾ നാരങ്ങാമാലയുണ്ട്, പുഷ്പങ്ങളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം സഫലമാക്കാനുള്ളൊരു മഹാമുഹൂർത്തമായിട്ടാണ് ഭക്തരും വിശ്വാസികളൊക്കെ ഇതിനെ കാണുന്നത്. അങ്ങനെ രഥം വലിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്ര വലിയ തേരാണ്. അതുകൊണ്ട് തന്നെ അത് വലിക്കും, അല്പസമയം അതിനുശേഷം അവർ നിർത്തും, വീണ്ടും വലിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഇത്ര ചെറിയ ഒരു സ്ഥലത്തു കൂടിയാണ് വലിയ തേര് വലിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും തേര് വലിക്കുന്നുണ്ട്. അതിനുശേഷം അല്പസമയം കഴിയുമ്പോൾ അത് വീണ്ടും നിർത്തും, വീണ്ടും വലിക്കും, വീണ്ടും നിർത്തും. അങ്ങനെയാണ് ഈ തേര് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പൂജാ കർമാദികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഇപ്പം പൂജാരിമാരുണ്ട്. വലിയ രീതിയിലുള്ള ഡെക്കറേഷൻ അത്രയധികം തേരിനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ദേവരഥങ്ങൾ അങ്ങനെ അഗ്രഹാര വീഥികളിലൂടെ ഉള്ളുകയാണ്. അത് വലിക്കാൻ ഭക്തർ എത്തിയിട്ടുണ്ട്. പലരും ഏറെനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി ഒരുപക്ഷെ കൽപ്പാത്തിയിലേക്ക് എത്താൻ കഴിയാതെ പോകുന്ന ഭക്തർ പോലും ഇത്തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിവിടെ പരിചയപ്പെട്ടവരിൽ പലരും ആദ്യമായിട്ട് വരുന്നവരാണ് അല്ലേ? അപ്പോ ഇതിങ്ങനെ കേട്ടറിഞ്ഞ് തേരുത്സവം കാണാനായി എത്തുന്ന നിരവധി പേർ നമുക്ക് ചുറ്റിനുമുണ്ട്. പിന്നെ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു തിരക്കുണ്ട്, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് സി കൃഷ്ണകുമാറിനെ ഇവിടെ കണ്ടിരുന്നു. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഉടൻ തന്നെ എത്തിച്ചേരും, ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഈ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ കാഴ്ചകളും വിവരങ്ങളും. ഇങ്ങനെ ഓരോ അഗ്രഹാര വീഥിയിലേക്കും ഇതുപോലെ രഥപ്രയാണം എന്ന് പറയാം, രഥം വലിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തർ വലിക്കുന്നു, അതിനെ പിന്തുടരുന്ന ഒരുപാട് മറ്റു കുറെ ഭക്തരെ നമുക്ക് കാണാം. ഇവരെല്ലാം ക്ഷേത്ര സന്നിധിയിലേക്ക് രഥത്തെ വലിച്ചെത്തിക്കുകയാണ്. അങ്ങനെ ആ ഒടുവിൽ ഈ 5 രഥങ്ങളും സംഗമിക്കുന്ന മുഹൂർത്തം, അതാണ് ദേവരഥ സംഗമം.